ഞാൻ പബ്ലിക് നമ്മുടെ ആൾക്കാർ സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യം ഭരിക്കുന്ന രാജ്യഭരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഘടകകക്ഷിയായിട്ട് ഇന്നലെ പ്രഖ്യാപിച്ച കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കേരളത്തിലെ ഘടകകക്ഷിയായിട്ട് പ്രഖ്യാപിച്ചതിൽ ആഹ്ലാദം പങ്കിടുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം നമുക്കറിയാം, മൂന്നാം തവണയും രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിനൊപ്പം സഞ്ചരിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടി കക്ഷിയായിട്ട് പ്രഖ്യാപിച്ചതിൽ ആഹ്ലാദം പങ്കിടുന്നതിനും മധുരപ്രകാരം വിതരണം ചെയ്യുന്നതിനും വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ ഈ യോഗത്തിന്, നമ്മുടെ ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത് പാർട്ടിയുടെ പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ സജി മഞ്ഞക്കടമ്പിലാണ്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ മുഴുവൻ ഭാരവാഹികളെയും ഒറ്റവാക്കിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരണീയനായ പാർട്ടിയുടെ ചെയർമാൻ ശ്രീ സജി മഞ്ഞക്കടമ്പിനെ ഔപചാരികമായിട്ട് ക്ഷണിക്കുന്നു. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ദിവസമാണ്, ആനന്ദകരമായ ദിവസമാണ്. ഈ പാർട്ടി ജന്മം കൊണ്ട് വളരെ ചുരുങ്ങിയ നാൾ മാത്രമേ ഉള്ളൂ. ഏതായാലും ദേശീയ ജനാധിപത്യ സഖ്യം കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയെ ഇന്നലെ അതിന്റെ ഘടകകക്ഷിയായി അംഗീകരിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ് ഈ പാർട്ടിക്ക് BJP നേതൃത്വത്തിലുള്ള മുന്നണി നൽകിയിരിക്കുന്നതെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, രണ്ട് മുന്നണികൾ, ഇടതു വലതു മുന്നണികൾ, ആ മുന്നണികൾ മാത്രമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട കക്ഷികളായി മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇവിടെ നമ്മൾ കണ്ടു, ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയത്തോടുകൂടി ഇവിടെ കേരളത്തിൽ പുതിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് NDAയുടെ നേതൃത്വത്തിൽ. ആ മാറ്റത്തിന്റെ ഭാഗമാകാൻ ഞങ്ങൾ കൂടി സാധിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അതുകൊണ്ട് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയോടൊപ്പം ചേർന്നുകൊണ്ട് NDAക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് വരാൻ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇവിടെ NDA നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാകുന്ന സമയം വിദൂരമല്ല എന്ന് പറയുവാൻ ഞാൻ ഈ ദിവസം ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ നേതാക്കൾക്കും അഭിവാദ്യങ്ങൾ നൽകുന്ന ചേർക്കട്ടെ. നന്ദി. ഇവിടെ ഞങ്ങളുടെ പാർട്ടി ജന്മം കൊണ്ടും ചുരുങ്ങിയ നാളെയാണ്. ആ പാർട്ടിയെ ഇത്രയും പെട്ടെന്ന് തന്നെ NDAയുടെ ഘടകകക്ഷിയായി ഞങ്ങളെ നിശ്ചയിച്ചു. ഇന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് തീർച്ചയായിട്ടും അപമാനിച്ചവർക്കുള്ള ഒരു തിരിച്ചടി കൂടിയാണ് ഇതിലൂടെ ഇന്ന് അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഘടകകക്ഷിയല്ലോ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ തീരുവിട്ടു. തീർച്ചയായിട്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് ഏതായാലും മാന്യമായി ഞങ്ങളെ ഇപ്പൊ എവിടെയൊന്നുമില്ല. കേരള സംസ്ഥാനത്ത് എവിടെ മത്സരിക്കാൻ NDA പറഞ്ഞാൽ അവിടെ മത്സരിക്കും. കോൺഗ്രസ് മത്സരിക്കാൻ അവരവിടെ മത്സരിക്കും. യാതൊരു സംശയമില്ല, ഒരു ഭയവുമില്ല. കോൺഗ്രസ് ആർക്കെതിരെ മത്സരിക്കുന്നതിന് ഭയമില്ല. ഭയം രാഷ്ട്രീയത്തിൽ എനിക്കില്ല. അതാണ് ഞാൻ NDAയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചെങ്കിൽ NDAക്കൊപ്പം ശക്തമായി തന്നെ ഇവിടെ കാണും. NDAയോടൊപ്പം പൂർണ്ണമായി ഉണ്ടായി. അടുത്ത തെരഞ്ഞെടുപ്പുകളല്ല, പൂർണ്ണമായി തന്നെ NDAക്കൊപ്പം ഞാൻ ഉണ്ടാവും. അപ്പോൾ ഏതായാലും നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചാൽ NDA താൽക്കാലികമാണോ? താൽക്കാലികമല്ല NDA. ഞാൻ ഇതുവരെ പ്രവർത്തിച്ച UDF മാത്രമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ രാഷ്ട്രീയ പാർട്ടി ഇതിനെ മാറിയിട്ടില്ല. ഞാൻ UDFിനൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ UDFിന് ഇപ്പോഴത്തെ പോക്ക്, വഴിവിട്ട പോക്ക്, ചില നേതാക്കന്മാരുടെ മാത്രം
അല്ലെങ്കിൽ വ്യക്തി താല്പര്യം സംരക്ഷിക്കാൻ പ്രത്യേകിച്ച് കേരള കോൺഗ്രസിൻ്റെ ജോസഫ് വിഭാഗത്തിൻ്റെ മോൻസ് ജോസഫിൻ്റെ നിയന്ത്രണത്തിൽ ആ പാർട്ടി പി ജോസഫ് മോൻസ് ജോസഫിൻ്റെ അടിമയായി പോയപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെയൊക്കെ രാഷ്ട്രീയത്തിൽ ഇല്ലാതാക്കാമെന്നുള്ള ചില ആളുകളുടെ ചിന്തയാണ് അവർക്ക് എന്നത് ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് അഭയം നൽകാൻ എന്ന് പറഞ്ഞാൽ മാന്യമായ പൊതുപ്രവർത്തനം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയതിനാൽ ഞങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാനാണ് NDA ഇന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളാരും പെരുവഴിയിലാകില്ല. അത് BJPയുടെ പ്രസിഡന്റ് അദ്ദേഹം വളരെ ശക്തമായി പറഞ്ഞിട്ടുമുണ്ട്. ഞങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ NDA കേരളത്തിൻ്റെ അധികാരത്തിലേക്ക് വരും. ശക്തമായ പ്രതിപക്ഷമായി ഇപ്പോൾ തന്നെ NDA തുടരും. ഇവിടെ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇപ്പോൾ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുന്നത് ഇടതുപക്ഷവും. അപ്പോൾ ഇന്ത്യ മുന്നണിക്കെതിരെ ശക്തമായ NDAയുടെ ഒരു കടന്നുകയറ്റം മുന്നേറ്റം വരും ദിവസങ്ങളിൽ ഈ കേരളത്തിലുണ്ടാവും. അത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കക്ഷിയായി ഞങ്ങളും NDAക്ക് ഇപ്പോൾ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. നടക്കട്ടെ. വലിയ ആഘോഷത്തോടുകൂടിയാണ് പാർട്ടി പ്രവർത്തകർ